അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ ചായ വയ്ക്കുന്ന പാല് തിളപ്പിക്കുന്നതൊക്കെ ആ ഒരു ഭാഗം കണ്ട് മടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിന് മുമ്പേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ദിവസം ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം വേറെ രീതിയിലാക്കാം കേട്ടോ. രാവിലെ ഈ ഒരു ഇത് എനിക്കും ചെയ്ത് എനിക്കും മടുത്തു. നിങ്ങളെപ്പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് കാണാൻ ഇഷ്ടമുള്ളവരും കുറേ പേരുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചായ എല്ലാം വെച്ച് എടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടിയും കുറച്ചും പാകത്തിനുള്ള കടുപ്പാക്കിയെടുത്ത് നമ്മളെടുത്തിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ടിൽ നിന്നുണ്ടല്ലോ കാറ്റടിക്കുമ്പോൾ നേരെ എൻ്റെ സ്റ്റൗവിലോട്ടാണ് കേട്ടോ വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം പറഞ്ഞാൽ ഫ്ലെയിം കെട്ടുപോകുന്നുണ്ട്. പിന്നെ മണം വരുമ്പോഴാണ് പടച്ചോനെ അങ്ങനെ കുറേ എന്നെ കാക്കുന്നുണ്ട് പടച്ചോൻ. എന്നാണ് നാവോ ശരിക്കും ഞാൻ തന്നെ അന്ന് വിടും. ഇത്രയൊക്കെ പടച്ചോനെ എൻ്റെ കൂടെ നിൽക്കാൻ മാത്രം പുണ്യം ചെയ്തവളാണോ ഞാൻ എന്നൊക്കെ. കാരണം പല കാര്യങ്ങളിൽ കേട്ടോ. അതിലൊന്നാണ് ഇതാ ഇത്. അങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എന്താ പറയുക, ഗ്യാസ് ഇങ്ങനെ ഓഫാവണത്, പിന്നെ കറണ്ടിലും എനിക്ക് ചെറിയൊരു പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. ചിലപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഓഫാക്കാണ്ട് തുണികളെടുക്കും, അപ്പോൾ പെട്ടെന്ന് ഷോക്ക് അടിക്കും. അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരെയും പഠിച്ചാൽ കാക്കട്ടെ അല്ലേ. അപ്പോൾ ഈ ഒരു സീനുണ്ടല്ലോ, പാമ്പിൻ്റെ സീൻ, അതിപ്പോഴൊന്നല്ല കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ വരും നിങ്ങൾ. അയ്യോ, ഈ ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ എന്താണെന്നറിയോ, പുതിയ ഹോർലിക്സ്, ചോക്ലേറ്റ് ഹോർലിക്സ് ആണ് അതൊന്ന് ടേസ്റ്റ് നോക്കിയതാ സംഭവം കേട്ടോ. എന്റെ കുട്ടി കൊണ്ടപ്പോ എന്റെ ബുക്ക് മാങ്ങ വെച്ചിട്ട് പോയതല്ല. അല്ല സാർക്ക് അറിയാം. അപ്പോൾ 2 ദിവസമായിട്ട് ട്യൂഷൻ പോകുമ്പോൾ അവൻ എന്നോട് ഡെയിലി ചോദിക്കുന്നുണ്ട് എൻ്റെ സോഷ്യൽ ബുക്ക് എവിടെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു എൻ്റെ തലയിലുണ്ട് എന്ന് ഞാൻ പറയൂ കേട്ടോ. പക്ഷേ അത് ശരിക്കും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കാറ്. നോക്കുമ്പോൾ അവന് പൊതുവേ ബാഗിൽ നിന്ന് ബുക്ക് അങ്ങനെ മിസ്സാക്കുന്ന കൂട്ടത്തിലൊന്നല്ല. കാരണം ടൈം ടേബിൾ നോക്കുകയല്ല, ദിവസം എല്ലാ ബുക്കും കൊണ്ടുപോകും. അങ്ങനെ നിങ്ങളെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അപ്പോൾ സാറ് അവന് അവിടുന്ന് എക്സാം എഴുതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡെസ്കിൽ വെച്ച് എഴുതണ കണ്ടിട്ട് ഒരു ബുക്ക് കൊടുത്തു അത്രേ. ബുക്ക് കൊടുത്തപ്പോൾ അവന് ഇത് ആരുടെ ബുക്ക് എന്ന് നോക്കുമ്പോൾ അവൻ്റെ ബുക്ക്. അപ്പോൾ സാറിങ്ങനെ നിൻ്റെ തന്നെ എന്ന് പറഞ്ഞു അത്രേട്ടോ. ഇനിയും അന്വേഷിക്കാണ്ടിരിക്കുമ്പോൾ ഏത് സാറന്മാരാണെങ്കിലും പറയും. ഞങ്ങളുടെയൊക്കെ സാറാണെങ്കിൽ 2 തരും ചെയ്യും കേട്ടോ. പണ്ട് എനിക്ക് എൻ്റെ ട്യൂഷൻ സാറിനെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഓരോ പണികൾ ചെയ്യാണ്. പാമ്പിൻ്റെ വിഷയം ഞാൻ കൊണ്ടുവരാം കേട്ടോ. അതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ, അതൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും എഗ്ഗ് കഴുകി. ഇനിയിപ്പോൾ ഞാൻ എഗ്ഗ് കഴുകിയില്ല എന്ന് ആരും വിചാരിക്കരുത്. അതിനാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. എന്നും കഴുകിയിട്ടേ വെക്കുള്ളൂ. കഴുകി ഉപ്പിട്ടിട്ട് ഞാൻ അവിടെ ബോയിലാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കാം അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പുട്ട് നനച്ചിട്ട് ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കുകയാണ്. കാരണം നമുക്കൊരു ബിരിയാണി ടൈപ്പാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട് ഞാനിവിടെ. പിന്നെ വലിയുള്ളിയും ക്യാബേജും പിന്നെ നമ്മൾ പച്ചമുളകും ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, ഗ്രേറ്റ് ചെയ്തത്. പിന്നെ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, ഒത്തിരി പുളി ആവശ്യമില്ല കേട്ടോ. ഇനി അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മസാലകളൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് അടച്ച് വെക്കട്ടെ, പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്, ഒരു തട്ടിൽ വേവിച്ചത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഇതുപോലെ ഒരു തട്ടിലാക്കി വെച്ചിരുന്നു. അതിന് അങ്ങോട്ട് വെച്ചു. ഞാൻ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നനച്ച പുട്ടിനെ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ചുരവി എടുക്കണം. നമുക്ക് ഇതിലോട്ട് തേങ്ങ വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ തലേ ദിവസം വെച്ച ബീഫിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, കുറച്ചേ ഉള്ളൂ. എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പം അതൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ഉള്ളിയും തക്കാളിയും ക്യാബേജും പച്ചമുളകൊക്കെ നന്നായി ഒന്ന്
വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. അപ്പോൾ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആ ബീഫില്ലേ അതിലും കുറേ മസാല ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് പൊടികളൊക്കെ വളരെ കുറവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊതുവേ ഞാൻ മസാല കൂടുതലാണെന്ന് പറയാറുണ്ട്, പക്ഷെ ഇതിൽ കമ്മി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഉള്ളത് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് ആ ബീഫിൻ്റെ കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് കൂടെ മസാല സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുക. ഇങ്ങനെ ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ പുട്ട് വേവിച്ച് വെച്ചില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നിരത്തിയ ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ശരിക്കും നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്തൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. രാവിലെ സമയമില്ലാത്തതുകൊണ്ട് അതിനൊന്നുമില്ല. തേങ്ങ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ പുട്ടന്നെ ഇട്ട് കൊടുക്കുക. ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉദിച്ചു വരുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ. ഇതൊന്നും ചിലപ്പോൾ എവിടെയും കാണൂല യൂട്യൂബിൽ, അതാണ് അതിൻ്റെ രസം. അപ്പോൾ ഇതാ വീണ്ടും പുട്ടിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില കൊത്തിയരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴത്തേക്കും എഗ്ഗ് പുഴുങ്ങിയതായിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ എഗ്ഗ് ചെറിയ ചൂടോടുകൂടി നമുക്ക് ഇങ്ങനെ അതിൻ്റെ തൊലിച്ചെടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്കൂളിലേക്കും ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അതിനാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ സ്പെഷ്യലുകൾ ഉണ്ടാക്കുന്നത്. കാരണം രാവിലെ എനിക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ 2 നേരം നമുക്ക് ഓക്കെ ആണല്ലോ. സ്കൂളിലേക്കും പിന്നെ രാവിലെയും കഴിക്കാൻ കൊടുക്കാനും ഓക്കെ ആണല്ലോ. കറി ആവശ്യമുണ്ടോ? 5 മുട്ട ഇടുന്നില്ലായിരുന്നു. 20 മുട്ടയിലാണ് മേടിച്ചിട്ടാണ് അടുത്ത ദിവസം മുതൽ ഞാനൊരു ദിവസം 5 മുട്ട കഴിക്കും. ആട്ട കഴിക്കും. ജിമ്മിലൊരാള് 10 മുട്ട കഴിക്കത്തില്ല ഒരു ദിവസം. മതിയോ? ഞാൻ കുട്ടി നടക്കണോ? പിള്ളേർ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പോയപ്പോൾ ഇഷ്ടം. എന്റെ തട്ടിക്കൂട്ടുകളൊക്കെ ഇഷ്ടം. എല്ലാരും കൊണ്ടുവരും ഇങ്ങനത്തെ തട്ടിക്കൂട്ടുകൾ. എന്നാലും കുറെ ആൾക്കാർ കൊണ്ടുവരും അല്ലേ. അങ്ങനെ ഞങ്ങൾ എഗ്ഗിനെ കുറിച്ചും അതുപോലെ ജിമ്മിനെ കുറിച്ചും റെസിപ്പിനെ കുറിച്ചൊക്കെ തട്ടിക്കൂട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അവരുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ ഞാനും വേഗം പോയിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആവി പോകാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനേക്കൊന്ന് വേഗം അടച്ചു വെച്ചിട്ട് കർച്ചീഫ് കൊണ്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ. പിന്നെ അവർ പോകുമ്പോഴേക്കും ഞാൻ പാത്രം കഴുകാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ സമയം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ റിഹാൻ റെഡി ആവണ കണ്ടപ്പോൾ ജസ്റ്റ് പോയൊരു ഫണ്ണി വീഡിയോ എടുത്തതാണ് കേട്ടോ സംഭവം. അങ്ങനെ എൻ്റെ ചിരി കേട്ടിട്ട് കോഴി കൊക്കി പാർന്ന പോലെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. കമൻറ്റ് ഇടണമെന്നൊന്നുമില്ല. അവനക്ക് പൊതുവേ ഇങ്ങനെ വീഡിയോയിൽ നിൽക്കണ വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ എൻ്റെ നിർബന്ധം പ്രകാരം അവനിങ്ങനെ നിൽക്കാന്നല്ലാണ്ട് ഇഷ്ടത്തോടെ നിൽക്കണമൊന്നുമല്ല കേട്ടോ. ചെറിയ ആൾ പിന്നെ എന്തിനു വേണമെങ്കിലും നമ്മളെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവനക്ക് എങ്ങനെ വേണമെങ്കിലും അവന് നിൽക്കും കേട്ടോ.
പിന്നെ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. മോര് കറിയും ബീഫൊക്കെ കണ്ടപ്പോൾ കൊതിയായി എന്ന് പറയുന്നുണ്ട്. പാലിൽ വെള്ളം ഒട്ടും ചേർക്കാറില്ലേ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് ചായ വെക്കുകയാണെങ്കിൽ അതിൽ ഒരു ഗ്ലാസ്സൊക്കെ വെള്ളം ചേർക്കും. പിന്നെ ബാക്കിയൊക്കെ പാല്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള പാലാട്ടോ കിട്ടുക. പിന്നെ ഒരുപാട് പേര് ഹാർട്ട് ഇട്ടിട്ടുണ്ട്, ഹായ് ഇട്ടിട്ടുണ്ട്. ബൈ ബൈ. റെസിപ്പിയൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. ജിൻസിയുടെ ചായ ഉണ്ടാക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വ്ളോഗും കാണും. ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിൻസി എന്നല്ല, ജിൻഷ എന്നാണ് എൻ്റെ ഫുൾ നെയിം. ജിനി എന്ന് എന്നെ വിളിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരും ഇല്ലേ, പെങ്ങളൊന്നും ഇല്ലേ, ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ ചോദിക്കുന്നുണ്ട്. ഞങ്ങളും ഉണ്ട്. പിന്നെ ബ്രോയും സിസ്റ്ററും ഒന്നും ഇല്ല കേട്ടോ, ഒറ്റ മോനേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഈ ആഴ്ച ഇക്ക വരാത്തതുകൊണ്ട് പെട്ടിയും ബിസ്ക്കറ്റും ഒന്നുമില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ പർദ്ദ ഇടുന്നത് കാണാൻ ഇഷ്ടമാണ്. ഞാൻ ഇട്ടാൽ ഒരു കൊലവുമില്ല. അതൊക്കെ തോന്നുന്നതാട്ടോ, നമുക്ക് തോന്നുന്നതാണ് അത്. ഹസ്ബൻഡ് ഇടാൻ സമ്മതിക്കൂല. ഓക്കെ, ലൈറ്റ് കത്തിച്ചപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി. പിന്നെ ചിക്കനും ന്യൂഡിൽസൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസിൽ റെസിപ്പികളൊക്കെ സൂപ്പറാണെന്ന് പലരും പറയാറുണ്ട്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ സേവും ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ റെഡ് ഹാർട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ആൾക്കാർ ഗ്രീൻ ഹാർട്ട് ഇട്ട് തരണം. ഫുള്ളായിട്ട് കാണുന്നവരൊക്കെ ഗ്രീൻ ഹാർട്ട് ഇട്ട് തരണം. പിന്നെ മാക്സിമം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് തരണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം കേട്ടോ. ഒരുപാട് പേര് ഹാർട്ട് ഇട്ടിട്ടുണ്ട്. വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് നിങ്ങൾക്ക് വയ്യാത്തത്? എന്തുകൊണ്ട് ഞാൻ കമൻറ്റ് ഇടാൻ പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾക്ക് വയ്യാത്തത്? എന്തായാലും അങ്ങനെ വേണ്ട കേട്ടോ. പിന്നെ എല്ലാ വ്ളോഗിലും ചായ തിളപ്പിക്കുന്നത് കണ്ട് മടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി തിളപ്പിക്കുന്നത് കാണിക്കേണ്ട, ചായ കുടിക്കുന്നതോടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പുതുമയുള്ളത് കാണാനാണ് താല്പര്യം. എല്ലാം നല്ല റെസിപ്പിയാണ് കേട്ടോ. പലതും ചെയ്തു നോക്കാറുണ്ട്. മസാലകൾ കുറവാണെന്ന് മാത്രം. എല്ലാം മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ല. അത് എന്നോട് എൻ്റെ കസിൻസൊക്കെ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. ജിനിയുടെ എല്ലാ റെസിപ്പിയും സൂപ്പറാണ്, പക്ഷെ അവൾ ഇടുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഞാൻ വളരെ റെയറായിട്ടേ ഉള്ളൂ അങ്ങനത്തെ റെസിപ്പികൾ ഉണ്ടാക്കാറുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ചായ തിളപ്പിക്കുന്നത് ഞാൻ അത് മൈൻഡിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എൻ്റെ വ്ളോഗ് ഒരുപാട് പുതുമയുള്ള വ്ളോഗൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. റെസിപ്പികൾ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ മാത്രമേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലാണ്ട് പ്രാങ്ക് വീഡിയോ, ആ ചലഞ്ച്, ഈ ചലഞ്ച് ഇങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ എന്തായാലും. പിന്നെ സൂപ്പർ വീഡിയോ, ഇത്ര ലൈറ്റ് കത്തിച്ചു അല്ലേ, സൂപ്പർ ചിക്കൻ, സൂപ്പർ ന്യൂഡിൽസ്, എല്ലാം പൊളിച്ചു. എൻ്റെ കമൻറ്റ് വായിച്ചു, കേട്ടപ്പോൾ സന്തോഷമായി. ഓക്കെ മുത്തേ, ലൈറ്റ് കത്തിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ആദ്യമായിട്ട് കത്തിച്ചൊരു ലൈറ്റാണ് കേട്ടോ അത് ഈ വയസ്സിൽ. അപ്പോൾ എന്തായാലും റോൾഡ് ഓട്സ് ഉണ്ടാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. ഇനി ഞാൻ അങ്ങനെ ചെയ്യാം. കാരണം അത് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റേ ഫീൽ ചെയ്തില്ല കേട്ടോ. സാധാരണ ഓട്സ് നമുക്ക് അങ്ങനെ പ്രശ്നമല്ല. അത് ശരിയാ മഫ്ത കുത്തിയാൽ വേറെ ഒരു ഭംഗിയാണ്. അത് കറക്റ്റാണ് കേട്ടോ. പകുതി മഫ്തി ഇടുന്നവർക്ക് വേറെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മുടെ എഫ്ബിയിലും എനിക്ക് കുറേ റെഡ് ഹാർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം റെഡ് ഹാർട്ട് ഞാൻ ഫുൾ വ്ളോഗ് കാണുന്നവർ ഇടാനല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും 30-20 മിനിറ്റൊക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. തേങ്ങ ഒന്ന് പൊളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ ഇതിൽ ഗ്രീൻ ഹാർട്ട് ഇടണം കേട്ടോ. ഫുള്ള് കാണുന്നവർ അതുപോലെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഗ്രീൻ ഹാർട്ട് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത്താക്ക് സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് മുത്ത, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ജിനി സൂപ്പറാണ് കേട്ടോ. ട്യൂബൊക്കെ നന്നാകുന്നുണ്ട്. ട്യൂബൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. എല്ലാ പണികളും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റാണ്. യൂട്യൂബൊക്കെ എന്നാണോ ഉദ്ദേശിച്ചത്? എല്ലാ പണികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. എനിക്ക് സൂക്ഷ്മത കുറച്ച് കുറവാണെന്ന് ഇവിടെ എല്ലാവരും പറയാറുണ്ട്. ഞാൻ അങ്ങനെ കെയർ ചെയ്യൂല. പെട്ടെന്ന് പണികൾ തീർത്തിട്ട് അവളുടെ ഇനിയിപ്പോൾ ഒരു കത്തി, ഇനി ഒരു ദിവസം കത്തി മൂർച്ചയാക്കി, അന്ന് എൻ്റെ കയ്യിൽ കത്തി തട്ടും. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എനിക്ക്.
ഈ വീഡിയോ കണ്ടതാണ് പഴയത് ഞായറാഴ്ച. ഈ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം അത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഞാൻ അപ്ലോഡ് ചെയ്തത് ഇന്നലെയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കാണാൻ ചാൻസ് ഇല്ല. അതിൽ ഒരു റെസിപ്പി ഏതെങ്കിലും വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ നിങ്ങൾ എപ്പോഴും കമൻറ്റ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുക, അങ്ങനെ കംപ്ലൈൻറ്റ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടാറുണ്ട്. ഞാൻ നിങ്ങളുടെ കമൻറ്റ് വായിക്കാറുണ്ട്. നിങ്ങൾ ഫുൾ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവില്ല കേട്ടോ. ഒരുപാട് നമുക്ക് FBയിൽ ഇത്രയും കമൻറ്റ്സ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അത്രയും സന്തോഷം തോന്നി എനിക്ക്. ഒത്തിരി റെഡ് ഹാർട്ട് ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ പഴത്തിൻ്റെ തൊലി കളഞ്ഞല്ലേ ശർക്കര ചേർക്കേണ്ടത്, അത് വേറെ ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ ഇത് വേറെ ടൈപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി കളയും. ഇനിയിപ്പോൾ തൊലി കളഞ്ഞിട്ട് അല്ല എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. ഞാൻ ഇതുപോലൊരു ചാനലിൽ കണ്ടിട്ടാണ് അത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചട്നി, പൊടി, ദോശ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴൊന്നും തേങ്ങാ ചട്നി ഉണ്ടാക്കാറില്ല. തൈര് എങ്ങനെ ആക്കിയത് ചോദിക്കുന്നുണ്ട്. തൈര് നമ്മളൊരു ഓവർനൈറ്റ് ഫുൾ വെളിയിൽ വെക്കണം, പാലിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട്. അതറിയില്ലേ, ഞാനും വ്ളോഗിൽ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവരും കുക്കിംഗ് കഴിഞ്ഞാൽ ആണ് കിച്ചൺ ക്ലീനിങ്. അതെന്താണെന്നറിയോ, രാവിലെ ഞാൻ കുക്കിംഗ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യും, എന്നിട്ടുള്ളൂ ഞാൻ ലഞ്ച് ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് എപ്പോഴും കുക്കിംഗ് ചെയ്യുന്ന ഭാഗം ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ. വൃത്തിയോടാവും, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ വൃത്തിയോടാവും. അപ്പോൾ നെക്സ്റ്റ് കുക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ അത് ക്ലീൻ ചെയ്തിട്ട് തന്നെയുള്ളൂ പോവുക. പാത്രങ്ങളൊക്കെ കഴുകി അടുത്ത കുക്കിങ്ങിന് ഞാൻ അങ്ങനെ പോവുള്ളൂ. അങ്ങനെയുള്ളവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഞാൻ രാവിലത്തെ കഴിഞ്ഞതിൻ്റെയാണ് ഇതെല്ലാം എടുത്ത് വയ്ക്കുന്നത് കഴുകിയിട്ട്. നമുക്ക് ഈ രാവിലത്തെ ഉച്ചക്കലത്തെ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ എന്തിനാണ് അങ്ങനെ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്തായാലും അങ്ങനെ കൂട്ടി വെക്കാറില്ല കേട്ടോ. ചിലപ്പോൾ അഥവാ കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ അത് വൈകുന്നേരമായിരിക്കും ചായ കുടിച്ചതിൻ്റെ. അപ്പോൾ കുട്ടികളും വരട്ടെ, വന്നിട്ട് അവർക്കും കൊടുത്തിട്ട് ഒരുമിച്ച് കഴുകുക എന്ന് വിചാരിച്ചിട്ട് ചില സമയത്ത് ഞാനത് അവിടെ വയ്ക്കാറുണ്ട്, ചില സമയത്ത് ഞാനത് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സ്ഥിരം പാത്രങ്ങളൊന്നും കൂട്ടിയിടുന്ന സ്വഭാവക്കാരിയൊന്നുമല്ല ഞാൻ. എനിക്കത് ഇഷ്ടമല്ല. രാത്രി കിച്ചണിൽ നിന്ന് പോരുമ്പോൾ എന്തായാലും എൻ്റെ കിച്ചൺ ക്ലീൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കുന്നുണ്ട്. കിച്ചൺ ക്ലീന്, പാത്രങ്ങൾ കഴുകിയാൽ തന്നെ സെറ്റാവും കിച്ചണൊന്ന്. ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം കേട്ടോ, എന്തെങ്കിലും കമൻറ്റ് മിസ്സായിട്ടുണ്ടോ എന്നുള്ളത്. അതേപോലെ പൊട്ടാറ്റോ കറി നമ്മൾ ഉണ്ടാക്കിയില്ലേ, ആ പാത്രത്തിൽ സ്റ്റീലിൻ്റെ തവി യൂസ് ചെയ്താൽ കോട്ടിങ് പോവില്ലേ, അത് സ്റ്റീലിൻ്റെ പാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, സ്റ്റീലാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതെൻ്റെ ഇഡ്ഡലി കുക്കറാണ്. അതിൽ നമുക്ക് ഫുഡും ഉണ്ടാക്കാം, അത്രയും ക്വാളിറ്റിയാണ് കേട്ടോ. അതിൻ്റെ പാത്രം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹായ് ജിനി, നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണ് ജിനിനെ. താങ്ക് യു സോ മച്ച് മുത്തേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ പോയിരുന്ന് കത്തിയൊക്കെ വെച്ച ശേഷമാണ് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കത്തി വെക്കണ സമയത്ത് ഞാനിരുന്ന് എൻ്റെ ഷോർട്ട് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യും. വെറുതെ ഇരിക്കൊന്നുമില്ല കേട്ടോ, എന്താണെങ്കിലും വെറുതെ ഉച്ചയ്ക്ക് മാത്രം. ഇപ്പോൾ 2 ദിവസമായിട്ട് ഉച്ചയ്ക്ക് നല്ല പൂത്തുപോലെ ഉറങ്ങണുണ്ട് എന്ന് പറയാം. അങ്ങനെ ഉപ്പേരിയായിട്ട് ഇന്ന് ചെറുപയറാണ് വെക്കുന്നത്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. ഉപ്പേരി വെക്കുമ്പോഴാണ് കറിവേപ്പില ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയത് കേട്ടോ. ഇതായിരുന്നു അവസ്ഥ. ഞാനത് വലിച്ചിട്ടുണ്ടാവും, അതാ മേലേക്ക് കയറിപ്പോയി, സപ്പോർട്ടിന്റെ മരത്തുമ്മ കയറിപ്പോയി. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഓ ഈ ഒരു പച്ചിലക്കുത്തിനെ കണ്ടിട്ടാണോ അവളിങ്ങനെയെന്ന്. എനിക്ക് ഭയങ്കര പേടിയാണ്, എന്ത് പാമ്പാണ്, ചേരയാണെങ്കിൽ പോലും എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാൽ കറിവേപ്പില വലിക്കാൻ പോയപ്പോണ്ടല്ലോ, ഒരു ഫ്രഷ് എല്ലാം നല്ല ഗ്രീനായിട്ട്, ഒന്ന് മാത്രം ലൈറ്റ് ഗ്രീനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഫ്രഷ് തണ്ട് വന്നതാണ് എന്നും പറഞ്ഞ് വലിക്കാൻ അങ്ങ് പോയില്ലേ. ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോണ്ട് ഒരു തല ഇങ്ങനെ ആടണു. ശരിക്കും ഞാൻ ഞെട്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ കൈയും കാലൊക്കെ വിറച്ചു കേട്ടോ. ഞാൻ
കാരണം ഞാൻ വലിക്കാൻ പോവല്ലേ, ദൂരത്തൊന്നും കാണുമെന്നല്ലല്ലോ, വലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓടി വന്നിട്ട് ഉമ്മേൻ്റെ അടുത്ത് പാമ്പ് പാമ്പ് എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഞാൻ ഓടുന്നുണ്ടപ്പോൾ ഉമ്മ ഇനി ഞാൻ ആ വഴിക്ക് വരില്ല വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് വന്ന് ഞാൻ വീഡിയോയും എടുത്തു. പക്ഷേ എനിക്ക് പേടിയുണ്ട്, ഇപ്പോഴും പേടിയുണ്ട്, പച്ചയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോയും കൂടെ എടുത്തു. അങ്ങനെ നമ്മുടെ ചെറുപയർ ഉപ്പേരി വേവിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വഴുതനങ്ങയ്ക്ക് ഞാൻ അവിടെ സെറ്റാക്കിയത്. കുറച്ച് എണ്ണ വേണം കേട്ടോ അതിലേക്ക്. അപ്പോൾ എണ്ണയും അതുപോലെ വലിയുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം വഴിച്ചെടുക്കണം, ഇതൊന്നും പോരാ. പിന്നെ ഞാൻ അതിലോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നാക്കിയെടുത്ത വഴുതനങ്ങയല്ലേ, അതും കൂടെ ഒന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് അടച്ച് വെച്ചിട്ട് ഇതെല്ലാം നല്ല പോലെ വഴണ്ട് വരണം, നല്ലൊരു കളർ തന്നെ വ്യത്യാസം വരണം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 5-6 ചുവന്ന മുളകും ചെറിയൊരു പീസ് പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ലൊരു കളറാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ചൂട് ചോറിലേക്ക് ഇത് മാത്രം മതി. പിന്നെ നമുക്ക് ഇതും കൂടെ ചപ്പാത്തിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ, ഇച്ചിരിയും കൂടെ ഒന്നാവണം. പിന്നെ ചെറുപയർ അവിടെ വെന്തിട്ടുണ്ടായിരുന്നു, തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെറുപയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ വെച്ച മോര് കറി ബാക്കിയുണ്ട്, പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സാധാരണ രസത്തിൻ്റെ റെസിപ്പി ഒത്തിരി ഇട്ടതുകൊണ്ട് ഞാൻ എന്താ പറയുക റെസിപ്പി കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിനെ ഇതുപോലെ ഒരു ഇടികല്ലിൽ വെക്കുക, കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മളിതാ എല്ലാം നല്ലോണം ഇടിച്ച് പരത്തി ശരിയാക്കണം. എന്നാൽ നല്ലോണം പേസ്റ്റ് ആവാനും പാടില്ല, ഇടയ്ക്ക് കടിക്കും ചെയ്യണം. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഇടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. സംഭവം ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ ഇച്ചിരി കഴിക്കുള്ളൂ കേട്ടോ, നിറയൊന്നും കഴിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഉണ്ടാക്കിയെടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എനിക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്, കഴിച്ചതിൻ്റെ ടേസ്റ്റ് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. വഴുതനങ്ങയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഞാൻ എഗ്ഗിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കാരണം കുറേ എഗ്ഗ് റെസിപ്പികളൊക്കെ ഞാൻ കാണിച്ചതല്ലേ. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു നൂഡിൽസാണ്, അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു തട്ടിക്കൂട്ട് ഐറ്റമാണ്, അങ്ങനെ ഭയങ്കര ഹെൽത്തി ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. പക്ഷേ ഇങ്ങനത്തെ ട്രൈ ആക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വളരെ കുറച്ച് ആയിട്ടേ ഉണ്ടാക്കുള്ളൂ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ നേരെ പോയി കുളിക്കണം, ഫുഡ് അടിക്കണം, കിടക്കണം, ഉറങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യാൻ. പിന്നെ നമുക്ക് ആ ഒരു റെസിപ്പിയും കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം അല്ലേ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. അങ്ങനെ വലിയുള്ളിയാണ് നമുക്ക് വേണ്ടത്, തിന്നായിട്ട് കട്ട് ചെയ്യണം. ഇതേപോലെ കേട്ടോ, കത്തി അപ്പുറത്തേക്ക് കാണുന്ന പോലെ കട്ട് ചെയ്യണം. ഇതിനെ നമുക്കിങ്ങനെ ലെയറായിട്ട് എടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കട്ട വെച്ചിട്ടാണ് ഞാൻ നൂഡിൽസിൻ്റെ ആ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്ത നമ്മുടെ കക്കരിക്ക വേണം. വെള്ളരിക്ക എന്ന് എപ്പോഴും ഓർമ്മയില്ലാണ്ട് പറയും. അപ്പോൾ ഇതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഹെൽത്തിയും അൺഹെൽത്തിയും കൂടെ ഒന്നിച്ച് കൂടിയ പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. തിളച്ച ശേഷം നമുക്കിതിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കണം, അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരുപാട് കുക്കാവണ്ട കേട്ടോ, കുറച്ച് കുക്കായാൽ മതി. ഇതുപോലെ ഒന്ന് ആക്കി ഒന്നുകൂടെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നൂഡിൽസും റെഡി കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെ വേറൊരു ചട്ടി വെച്ച് കൊടുക്കുക, അതിലോട്ട് കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ
വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 സ്പൂണ് ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നൂഡിൽസിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കേട്ടോ, വളരെ കുറച്ച് ഉപ്പ്, മല്ലിയില. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളോ പാത്രമോ എന്തെങ്കിലും എടുക്കുക. അടപ്പ് വേണം കേട്ടോ. അതിലോട്ട് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിയും വെള്ളരിക്കയും വെച്ച് കൊടുക്കുന്നുണ്ട്, കക്കരിക്കയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നൂഡിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ കുറച്ച് കൂടുതൽ തന്നെയാണ്, അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഒരു കട്ടയിലൊക്കെ ഉണ്ടാക്കിയാലും മതി. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കുലുക്കിയെടുക്കുക കേട്ടോ. മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തട്ടെ. എന്നിട്ട് എന്താ കഴിക്കുക, അത്ര തന്നെ. വേറെ പരിപാടിയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും കഴിക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ചേ ഉള്ളൂ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറ്. ഇതുപോലെ ഒന്നുകൂടെ മിക്സാക്കി കൊടുത്തിട്ട് ആ വെള്ളരിക്കയും ഉള്ളിയും എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കൂടി സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനലാണെങ്കിലും FB പേജ് ആണെങ്കിലും ഇൻസ്റ്റ പേജ് ആണെങ്കിലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് ഫോളോ ചെയ്യുക. കാരണം 100K ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. 90 ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തായാലും വേണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. പുതിയ എന്തെങ്കിലും റെസിപ്പി എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. നമ്മുടെ തട്ടിക്കൂട്ടും ലഞ്ച് ബോക്സൊക്കെ ഇഷ്ടമായിച്ചാലും അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. മൊത്തത്തിൽ കമൻറ്റാണല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ റീച്ചായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും അതുപോലെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം.